ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. നമ്മൾ എന്താ ഇവിടെ? ഇതായി പെണ്ണുപിള്ള. പെണ്ണുമ്പിള നിന്റെ മറ്റോള്. ബ്ലഡി ഫൂൾ. മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ശാപിച്ച് നിന്നെ ഞാൻ വല്ല കഴുതയെ കളയാക്കി കളയും. ഭയങ്കര സിദ്ധിയുള്ള സ്വാമിനെ മിണ്ടരുത്. സോറി സ്വാമി. ഈ ബാധ ഒഴിഞ്ഞു പോകാൻ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഏത് ബാധ? താൻ തന്നെ. ഞാനോ? പിന്നല്ലാതെ ഞാനോ? മിണ്ടല്ലേ. ഒരു ടെമ്പററി മാരേജ്. എന്തോന്ന്? ഒരു താൽക്കാലിക വിവാഹം. വിവാഹോ? അതെ. പരശുരാമനും ഗോമതിയും തമ്മിൽ വിവാഹിതരാവുന്നു. ചുമ്മാ എനിക്ക് സ്വാമിയമ്മേ, ഞാനൊന്നും കല്യാണം കഴിക്കത്തില്ല. അതും ഈ അമ്മാവനെ. ജീവിതകാലം മുഴുവനും ഞാൻ കന്യയായിട്ട് കഴിഞ്ഞോളാം. പറഞ്ഞില്ലേ, ഇതൊരു താൽക്കാലിക വിവാഹമാണ്. ദോഷം മാറ്റാൻ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്തു ദോഷം? അത് പിന്നെ പരശുമാമ, ഈ ചെമ്പകശ്ശേരി തറവാട്ടിൽ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലോ. അത് മാറ്റുന്ന കാര്യ സ്വാമിയമ്മ പറഞ്ഞത്. അതിന് നമ്മൾ കല്യാണം കഴിച്ചാൽ അതെങ്ങനെയാ മാറുന്നത്? പരശുരാമനെ, ഈ വാഴ കല്യാണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വാഴയെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ഇപ്പൊ കേട്ടോ, വാഴ കല്യാണം. മംഗല്യ ദോഷമുള്ള ഒരു പുരുഷൻ വധു എന്ന് സങ്കല്പിച്ച് ഒരു വാഴയെ കല്യാണം കഴിക്കും. എന്നിട്ട് ഒന്നുമില്ല. ബ്ലഡി ഫൂൾ. ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാ മതി. ഇതും അതുപോലെ ഒരു ടെമ്പററി ഏർപ്പാടാണ്. നിങ്ങൾ പരസ്പരം ഒരു പൂമാല ഇടുന്നു. വരൻ വധുവിന്റെ നെറുകയിൽ കുങ്കുമം ചാർത്തുന്നു. തീർന്നു ചടങ്ങ്. ഇത്രേ ഉള്ളോ? അതെ. പക്ഷേ പിന്നെ സംഭവിക്കുന്നതിനൊന്നിനും കമ്പനി ഉത്തരവാദിയല്ല. പിടിച്ചോളൂ. ചാർത്തിക്കോ. വേറെ വഴി ഒന്നുമില്ല സ്വാമിയമ്മേ. ഉണ്ടല്ലോ, പുറത്ത് വിശാലമായ വഴിയുണ്ട്. നേരെ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളൂ. സ്വാമിയമ്മേ, തപോവന തൈല പായസത്തിന്റെ എഫക്റ്റ് മാറണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. അതെന്തുവാ? അത് കുന്തം. ഇയാള് പറയുന്ന അങ്ങനുസരിച്ചാ. ഭരണമാലിയും ചാർത്തിക്കോളൂ. ഈശ്വര, ഇവിടെ ഈ ഏർപ്പാടം ഉണ്ടായിരുന്ന അമ്മച്ചി കൊള്ളാല്ല. തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഇതല്ല, ഇതിന്റെ അപ്പുറവും ഞാൻ ചെയ്യും. മിണ്ടാതെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കും. ഇതേതാ ഈ കാട്ടുമാക്കൻ? സുഗുണായി. നല്ലവനും സർവോപരി സലികയുടെ സമ്പന്നായ സുഗുണായി. തനിക്കെന്താ ഇവിടെ കാര്യം? ഒരു ഓട്ടോറിക്ഷക്കാരൻ സർവ്വവ്യാപിയാണ്. അവൻ തൂണിലും തുരുമ്പിലും ഉണ്ടാവും. ഓട്ടോ പ്രദേശ് 3 men ആർമി. അങ്ങനെ ഞങ്ങളെ പറ്റി എത്ര സിനിമകളുണ്ടെന്ന് അറിയാമോ? മേ ബി വി ആർ പൂർ പോലീസ്, ബട്ട് വി ആർ നോട്ട് ബഗേഴ്സ്. സുഗുണ, ദേവി ഇത് പുറത്തു നിൽക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ വധൂരന്മാരെ അനുഗ്രഹിക്കണ്ടേ? അതോ പാവപ്പെട്ടവനെ എന്റെ അനുഗ്രഹം ഒരു അപമാനമാണോ? അനുഗ്രഹിച്ചോ, വേഗം അനുഗ്രഹിച്ചോ. എന്നിട്ട് സുഗുണം പോയി പുറത്ത് നിൽക്കും. ദീർഘ സുമംഗലി ഭവ. എന്നാ പിന്നെ സുഗുണം പുറത്ത് നിൽക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, ഇവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. ബ്ലഡി ഫൂൾ, തന്നോടല്ലേ പറഞ്ഞ പുറത്തേക്ക് നിൽക്കേ. ഗെറ്റ് ഔട്ട്. അതിന് ചൂടാവണ എന്തിനു മന്ത്രവാദി? കാര്യം പറഞ്ഞാ പോരെ, ഞാൻ പുറത്തേക്കാം. നിങ്ങൾ പതിയെ സാവകാശം കല്യാണവും ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടാ. ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഒരു സെൽഫി എടുക്കാം. സെൽഫി ഇല്ലാതെ എന്തോന്ന് കല്യാണം.
അത് വേണോ സുഗുണ? ചുമ്മാ ഇരിക്കട്ടെന്നേ, ഒരു ഓർമ്മയ്ക്ക്. എല്ലാം തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അടിപൊളി. അപ്പൊ പ്രൊസീഡ്. ഞാൻ ഔട്ട് സൈഡ് വെയിറ്റ് ചെയ്യാം. അപ്പോ ഇതൊരു പാരയാകുവോ? ഡോൺ വെറി മാൻ. പാരയായാൽ നമുക്കവനെ കാഞ്ഞിര പലകയിൽ ആവാഹിക്കാം. എനിവേ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. വരുന്ന 16 മണിക്കൂർ വരെ ഒരു കാരണവശാലും ഈ തുളസിമാല നിങ്ങൾ കഴുത്തിന്ന് ഊരാൻ പാടില്ല. പല പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാവും. മൈൻഡ് ചെയ്യരുത്. അഥവാ 16 മണിക്കൂറിനുള്ളിൽ ഈ മാല ഊരുകയോ സിന്ദൂരം മായ്ക്കുകയോ അതോ ഇക്കാര്യം മറ്റാരോടെങ്കിലും ഉരിയാടുകയോ ചെയ്താൽ നിങ്ങൾ ഇരുവരും ശിരസ് പിളർന്ന് അന്തരിക്കും. പിന്നെ കമ്പനിയെ കുറ്റം പറയരുത്. പേടി വേണ്ട, ജാഗ്രത മതി. വെറും 16 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം. അത് കഴിഞ്ഞ് മാല ഊരാം, സിന്ദൂരവും മായ്ക്കാം. അതും കൂടെ കഴിയുമ്പോ സർവദോഷങ്ങളും ഒഴിഞ്ഞു പോകും. ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ദക്ഷിണ വെച്ചിട്ട് പൊക്കോളൂ. 16 മണിക്കൂർ മറക്കണ്ട. 16 മണിക്കൂർ കഴിയുമ്പോ ഈ ബാധ ഒഴിഞ്ഞു പോവല്ലേ? തടസ്സം കൂടാതെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. താൻ പോയില്ലേ? എങ്കിലും എന്റെ പൊന്ന അമ്മാവാ, ഈ പ്രായത്തിൽ നിങ്ങളെ സുഷ്കാന്ന് ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ എവിടെ വച്ചിരിക്കണേ? നിനക്കാണോ ഞാൻ വേണേ കാണിച്ചു തരാണ്. വേണ്ട, പക്ഷെ നിങ്ങളുടെ ഈ വൈകി വന്ന വസന്തം കണ്ടിട്ട് എനിക്ക് രോമത്തെ സഹിക്കാൻ പറ്റില്ല. എന്നിലെ കാമുക ഹൃദയം ഉണരുന്നു. വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ഒന്നും മിണ്ടായിരിക്കടോ. കാനന ചായയിലാടുമേക്ക ഞാനും വരട്ടയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. വാ നമുക്ക് പോണ്ടേ. ബ്ലഡ് കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആമയാണെങ്കിൽ ജന്മം ചെയ്ത് അതിന് സമ്മതിക്കുകയില്ല. ചേച്ചിക്ക് എന്താ രോഗമെന്ന് ഡോക്ടർ പറഞ്ഞോ? ആ, അത് കണ്ടെത്താൻ വേണ്ടിയല്ലേ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ ചേച്ചി എന്താ സമ്മതിക്കാത്ത? ആ, അതാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തെ. ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയാണെന്ന പുതിയൊരു കാരണം കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ.